ഹായ് കൂട്ടുകാരെ. ഇന്നിപ്പം അഞ്ചുട്ടി എന്താ പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന്? ഇന്ന് കുജേദിനം. കുചേല ദിനാണെന്നല്ലേ? ഏത് ദിവസാ കുചേല ദിനായിട്ട് ആഘോഷിക്കണേ? ബുധനാഴ്ച. ഏത് മാസത്തിലെ? ധനുമാസം. ധനുമാസത്തിലെ 30 ബുധനാഴ്ചയാണ് കുചേല ദിനായിട്ട് ആഘോഷിക്കണം അല്ലേ? കുചേലന്റെ ആരായിരുന്നു ഭഗവാൻ? കുചേലൻ എങ്ങനെ ഭഗവാൻ അറിയാ? കുചേലന്റെ ആരായിരുന്നു ഭഗവാൻ? കൂട്ടുകാരൻ. ഗുരുകുലത്തിലത്തെ കൂട്ടുകാരനായിരുന്നു അല്ലേ? അപ്പൊ കുചേലന്റെ രാജ്യം ഏതാണ്? കുചേലൻ ഏത് രാജ്യത്തായിരുന്നു? അവന്തി രാജ്യത്തായിരുന്നു. കുചേലൻ ഭഗവാനെ കാണാൻ പോകുമ്പോഴേ കുചേലന്റെ ഭാര്യ ഉണ്ട് സുശീല. ആ സുശീല എന്താ കൊടുത്താച്ചേ? 4 പിടി അവില് കൊടുത്താച്ചു അല്ലേ? 4 പിടി അവില് കൊടുത്താച്ചു. അപ്പൊ അവില് ഭഗവാന് കൊടുത്തപ്പോ കുചേലൻ എന്തെങ്കിലും ആഗ്രഹിച്ചോ? ഒന്നും ആഗ്രഹിച്ചില്ല. പിന്നെ ഒരു പിടി ഭഗവാൻ എടുത്ത് വേഗം കഴിച്ചു. രണ്ടാമതും ഭഗവാൻ കഴിക്കാൻ തുടങ്ങിയപ്പോ ആരാ ചെന്ന് കയ്യ് പിടിച്ചത്? രുക്മിണി കയ്യ് പിടിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? രുക്മിണി എന്തേ പറഞ്ഞേ? ഒരു പിടി കഴിച്ചപ്പോ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും ബ്രാഹ്മണന് കൊടുത്തു. കുചേല ബ്രാഹ്മണന് കൊടുത്തു. രണ്ടാമതും കൂടി എടുത്താ ഞാൻ അവിടുത്തെ ദാസിയാവും. കുചേല ബ്രാഹ്മണന്റെ ദാസി. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട അല്ലേ? അപ്പൊ എന്താ ഭഗവാൻ എന്താ പറഞ്ഞെന്നറിയോ? ഭക്തരെ കണ്ട ഞാൻ സകലം മറക്കും പറഞ്ഞു അല്ലേ? കുചേലന് ഒന്നേ ആഗ്രഹം എന്നാന്നുള്ളൂ. എന്താ കുചേലൻ എന്താണ് പ്രാർത്ഥിച്ചത്? അതന്നെ, ഭക്തി. ഭഗവാന്റെ പാദത്തിലുള്ള ഭക്തി തരണേന്ന് പ്രാർത്ഥിച്ചു അല്ലേ? തസ്യവമേ സൗഹൃദ സഖ്യ മൈത്രി ദാസ്യം എന്നീ ഗുണങ്ങൾ ഉണ്ടാവണേന്നാണ് കുചേലൻ പ്രാർത്ഥിച്ചത്. അല്ലാതെ കുചേലന് ഈ സമ്പത്തിലും ഐശ്വര്യത്തിലും ഒന്നും മോഹം ഉണ്ടാകുന്നില്ല. ഭഗവാനിലുള്ള ഭക്തി മാത്രം അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്കൊക്കെ അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ ഇന്ന് അവില് നിവേദിക്കാം അല്ലേ? അപ്പൊ എല്ലാവരും ഭഗവാന് അവില് നിവേദിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എന്താ പ്രാർത്ഥിക്കുക? നല്ല ഭഗവാന്റെ പാദത്തിൽ നല്ല ഭഗവാൻ പാദത്തിൽ നല്ല ഭക്തി തരണേ. എല്ലാ